നമസ്കാരം പ്രിയമുള്ളവരെ. ഈ ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷം യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു എന്നൊരു സ്ഥിതിവിശേഷമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും അവരെ ഭയചകിതരാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ സമ്പൂർണ്ണ ആണവ രാജ്യമായി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇറാൻ എത്രത്തോളം ആയുധങ്ങൾ സജ്ജീകരിക്കുന്നു, അവർ പ്രതിരോധത്തിൽ വളരെ മുൻപോട്ട് പോകുന്നു എന്നത് ആ മേഖലയിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ചും മധ്യേഷ്യയിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ഇറാനെ ആക്രമിച്ച് അവരുടെ ആണവായുധങ്ങളൊക്കെ നശിപ്പിച്ചു കളയണമെന്ന് ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള തീവ്ര വലതുപക്ഷ, തീവ്ര ദേശീയത, മതചിന്തയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും രക്തച്ചൊരിച്ചിൽ ആഗ്രഹിക്കും എന്നതുപോലെ തന്നെ അവിടുത്തെ തീവ്ര വലതുപക്ഷവും ഇങ്ങനെ ഒരു രക്തച്ചൊരിച്ചിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഒരു വലിയ വിഭാഗമുണ്ട്. അവർ മിക്കപ്പോഴും ഫലസ്തീനോടൊപ്പമാണ്, ഫലസ്തീൻ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെയും ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ ഭരണകൂടം എന്ന് പറയാം. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അദ്ദേഹത്തിന് നെസറ്റിലുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഇത്തരം തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണത്തിൽ വളരെ വലിയ സ്വാധീനമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇസ്രായേലിന്റെ ഭരണകൂടം ശ്രമിക്കുന്നത് ഇസ്രായേൽ ഒരിക്കലും നേരിട്ട് ഇറാനെ ആക്രമിക്കുന്നതിനല്ല, മറിച്ച് അമേരിക്കയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ പ്രകോപിപ്പിച്ച് ഇറാനെ ആക്രമിക്കുക എന്നാണ്. പക്ഷേ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മേൽ ഭീഷണികളുമായി ഇങ്ങനെ നിരന്തരം ചുറ്റിയിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം നിലപാടുകളിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഒരു ആണവായുധ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇറാന് മേൽ നരകത്തിന്റെ വാതിൽ തുറക്കും, ബോംബുകൾ വർഷിക്കുമെന്നൊക്കെയാണ്. പക്ഷേ റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഒക്കെ കൂടുതൽ ശക്തമായി ഇറാന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നിലപാടുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. പ്രത്യേകിച്ചും റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന ഈ അടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അമേരിക്ക ഇറാന്റെ മേൽ അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന പക്ഷം ഇറാനൊപ്പം റഷ്യ നിൽക്കുമെന്ന് അസന്നിഗ്ധമായി തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ ചൈന അവര് ഷാങ്ഹായ് തുറമുഖത്തിൽ നിന്ന് ഇറാന്റെ ബന്ദർ അബ്ബാസിലേക്ക് ഈ റോക്കറ്റുകളിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ അയച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇറാന്റെ അത്തരം റോക്കറ്റുകളിലാണ് ഹൂതികൾ ഈ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. അത്തരം റോക്കറ്റുകൾ നിറയ്ക്കുന്നതിനാവശ്യമായ ഇന്ധനങ്ങൾ അയച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ഇന്നലത്തെ ചില വാർത്തകൾ, അതായത് അമേരിക്കയുടെ ഈ സമുദ്രാതിർത്തിയിൽ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സബ്മറൈനുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ റഷ്യയും ചൈനയും അതുപോലെ വടക്കൻ കൊറിയയും ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാനോടൊപ്പം നിന്ന് അമേരിക്കയെ പ്രതിരോധിക്കുമോ എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് നേരിട്ട് ഇറാനെ അടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നേരത്തെയൊക്കെ അറ്റാക്കിൽ നല്ല പ്രഹരം ഏറ്റുവാങ്ങിയതാണ്. അപ്പോൾ ഇറാനെ എങ്ങനെയെങ്കിലും അമേരിക്കയെ പ്രകോപിപ്പിച്ച് ആക്രമിക്കുക എന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കണം. പ്രത്യേകിച്ചും ഇന്നലെ ചില പുറത്തു വന്ന വാർത്തകൾ പറയുന്നത് അത് ഇസ്രായേലിനെ വീണ്ടും ഭയചകിതമാക്കുന്ന റിപ്പോർട്ടുകളാണ്. പ്രത്യേകിച്ച് ഇറാൻ അവരുടെ പ്ലാസ്മ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കാണുന്ന തരത്തിലുള്ള ആയുധങ്ങളും ഇറാൻ വികസിപ്പിച്ചെടുത്തു എന്ന വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കാജനകം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നു. പ്രത്യേകിച്ചും ഇസ്രായേൽ അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലും അതുപോലെ ഈ ഡിമോണ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിലുമൊക്കെ അവരുടെ ഈ അയൺ ഡോം എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം മാറ്റി പകരം അമേരിക്കയുടെ താഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യുന്നതായ വാർത്തകൾ വരികയാണ്. പ്രത്യേകിച്ചും നഗേവ്, നവേറ്റിൻ മുതലായ സൈനിക താവളങ്ങൾ അമേരിക്കയുടെ താഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായ വാർത്തകൾ വരികയാണ്. അതായത് F-35 വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് നവേറ്റിനിലാണ് എന്ന റിപ്പോർട്ട് വരികയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത്, കാരണം നേരത്തെ ഒരു ഇറാൻ ഇസ്രായേൽ ആക്രമിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അന്ന് ഇറാന്റെ മിസൈൽ വീണ് കുറച്ച് F-35 വിമാനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയെന്ന വാർത്ത ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം
അത് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം തകർന്നുപോയി എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങൾ, ചില സംഘീയ അനുകൂല യൂട്യൂബ് ചാനലുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊരിക്കലും സാധ്യമാകില്ല. കാരണം അമേരിക്കയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇസ്രായേലിന് ആവശ്യമില്ല. കാരണം ഇറാന്റെ മിസൈലുകളൊക്കെ ഈ ഇസ്രായേലിന്റെ താഡ് വ്യോമ പ്രതിരോധ സംവിധാനം നിഷ്ഫലമാക്കി കളഞ്ഞു. ഇറാന്റെ ഒരു മിസൈലുകളും ഇസ്രായേൽ പതിച്ചിട്ടില്ല. ഇറാന്റെ ഈ മിസൈലുകൾ വന്നതൊക്കെ 200 മിസൈലുകൾ വന്നതൊക്കെ ഇസ്രായേലികൾ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി ദീപാവലി കണ്ടതുപോലെ ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ വാർത്തയൊന്ന് കൂടിയാലോചിപ്പിക്കണം. നമ്മൾ ഈ ഒരു വാർത്ത കിട്ടുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം നേരത്തെ ഈ ഇറാന്റെ മിസൈലുകളൊക്കെ ഇസ്രായേലിന്റെ ഈ അയൺ ഡോമുകൾ നിഷ്ഫലമാക്കിയെങ്കിൽ ഇസ്രായേലിന് ഒരിക്കലും ഇപ്പോൾ താഡ് വ്യോമ പ്രതിരോധ സംവിധാനം അവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും F-35 വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ താഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന അയൺ ഡോമുകൾ തന്നെ ധാരാളമാണല്ലോ. അപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ അന്ന് F-35 വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗേവിലും നവേറ്റിലും ഒക്കെ വീണിട്ടുണ്ട്. ഇസ്രായേലിന്റെ F-35 വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. മറ്റൊന്നുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഹംഗറി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് പിന്മാറിയതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഹംഗറിയുടെ ഈ നിലപാടിനെ ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹംഗറി സന്ദർശിക്കുന്ന വേളയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് ഹംഗറി ഏകപക്ഷീയമായി പിന്മാറി. കാരണം നേരത്തെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ഉത്തരവുണ്ടായിരുന്നു, ഗസയിൽ നടത്തിയ വംശഹത്യയുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗമായ ഏതെങ്കിലും രാജ്യങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് കൈമാറണമെന്ന്. പക്ഷേ ഹംഗറി ഭരിക്കുന്നത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകളോട് യോജിച്ചു പോകുന്ന ഒരു തീവ്ര വലതുപക്ഷ നേതാവാണ്. അദ്ദേഹം ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഹംഗറി ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി അംഗീകരിക്കുന്നില്ല എന്ന്. പക്ഷേ അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഹംഗറി സന്ദർശിക്കുന്നതോടനുബന്ധിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹംഗറിക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി, അതായത് ബെഞ്ചമിൻ നെതന്യാഹു ആ രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് കൈമാറും എന്ന വിധി അംഗീകരിക്കേണ്ടി വന്നില്ല. അതിപ്പോൾ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ മാത്രമല്ല യൂറോപ്പിനുള്ളിലെ മറ്റു രാജ്യങ്ങളും വളരെ ശക്തമായി എതിർക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിന് നോവറിയും കിളിമുകളെ ചൊല്ലൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ട്രംപ് കടന്നു പോകുന്നത്. കാരണം ഈ ട്രംപിന്റെ ശത്രുവാര് ബന്ധുവാര് എന്ന് നമുക്ക് പറയാനേ പറ്റുന്നില്ല. കാരണം ഈ നികുതി വർധനവുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തുന്ന പ്രസ്താവനകളാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകത്തെ ചിന്തിപ്പിക്കുന്നത്. കാരണം അമേരിക്കയുമായി ശത്രുത പുലർത്തുന്ന റഷ്യയ്ക്കും വടക്കൻ കൊറിയയ്ക്കും ഒന്നും നികുതി വർദ്ധിപ്പിക്കുന്നില്ല, തീരുവ വർദ്ധിപ്പിക്കുന്നില്ല എന്നൊരു വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇറാൻ, അമേരിക്കയുമായി നിരന്തര ശത്രുതയുള്ള ഇറാന് 10% മാത്രം തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ 16% നികുതിയാണ് അമേരിക്കയുടെ എക്കാലവും വലിയ സുഹൃത്തായ ഇസ്രായേലിന് അമേരിക്ക ചുമത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.